അവിടെ നിന്ന് സത്യമാണ് അവിടെ ഇടാതെല്ല നിന്നൊന്നും ഞാൻ പറയുന്നില്ല. ഞാൻ എന്നെ അങ്ങനത്തെ കാര്യത്തിനൊന്നും ജസ്റ്റിഫൈ ചെയ്യുന്നില്ല. അവിടെ ഇട്ടിട്ട് തന്നെ നിന്നത്. അതാ ഞാൻ പറഞ്ഞു, ഞാൻ ആ ഒരു വീഡിയോൻ്റെ ബൂസ്റ്റിങ് ഒരിത് വെച്ചിട്ട് ഞാനങ്ങനെ നിന്നതാണ്. അപ്പം എനിക്ക് ക്ലിയർലി മനസ്സിലായി ബാക്കിയുള്ളവർ അക്സെപ്റ്റ് ആവും എന്നില്ല. സത്യമാണ്. ബട്ട് ഒരു BTS ഇറക്കിയാൽ ഇതൊക്കെ കാര്യം ഇറക്കിയല്ലേ. BTS ഇറക്കാൻ പറ. സത്യം. താൻ കുളിക്കാറുണ്ടോ? എപ്പിക് ഡയലോഗ്. താൻ കുളിക്കാറുണ്ടോ? ഇവൻ കുളിച്ചില്ലേലും അല്ലെങ്കിൽ ഞാൻ കുളിച്ചില്ലേലൊക്കെ യുവന്മാർക്ക് എന്താ കുഴപ്പം? അല്ലെങ്കിൽ നമ്മൾ അവരെ വന്നവരൊക്കെ കുളിച്ചില്ല എന്നൊന്നും നോക്കാനല്ല നമ്മൾ വന്നേക്കുന്നത്. അത് ആക്ച്വലി ഒരു ഡേറ്റിംഗ് മാച്ച് കണ്ടുപിടിക്കുക, ആൾക്കാരെ മാച്ച് ചെയ്യിപ്പിക്കുക. നമ്മുടെ പെർസ്പെക്റ്റീവ് വെച്ചിട്ട്, നമ്മുടെ വ്യൂ പോയിന്റ് വെച്ച്, അല്ലെങ്കിൽ നമ്മുടെ ആറ്റിറ്റ്യൂഡ് വെച്ച്, നമ്മുടെ ലുക്ക് വെച്ചിട്ട് നമ്മളെ ജഡ്ജ് ചെയ്തിട്ട് നമ്മളെ ഒരാളുമായിട്ട് മാച്ച് ചെയ്യിപ്പിക്കുക. അതാണ് ബേസിക്കലി അതിൻ്റെ ഒരു കൺസെപ്റ്റ് എന്ന് പറയുന്നത്. അത് പ്യുവർ ജഡ്ജ്മെന്റ് ത്രൂ പോയാലേ ആ വീഡിയോ ഇൻട്രസ്റ്റിംഗ് ആകത്തുള്ളൂ. പിന്നെന്താ, ഒരു ബിഹൈൻഡ് ദ സീൻസ് മാത്രമല്ല കേട്ടോ. ഞാൻ എന്തോ നിൽക്കുന്നു. ബിഹൈൻഡ് ദ സീൻസ് മാത്രമല്ല, ഇതിൻ്റെ അകത്ത് കുറേ ബ്ലൂപ്പേഴ്സ് ആയിട്ട് ഇടാൻ പറ്റിയ കുറേ കണ്ടന്റും കൂടെ ഉണ്ട്. കാരണം ഈ ക്രൂവിൽ നിന്ന ബോയ്സും കൂടെ വന്ന് ഇതിൻ്റെ അകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്. അവരൊക്കെ വന്ന് അവരുടെയൊക്കെ ഇട്ടിരുന്നെങ്കിൽ ചിലപ്പോൾ ഇത് ഭയങ്കര എവിഡൻ്റ് ആയി പോയേനെ. ഇതൊക്കെ നേരത്തെ പ്രീ പ്ലാൻ ചെയ്താണല്ലോ എന്ന് അതിൽ നമുക്ക് പിടിക്കാൻ പറ്റിയേനെ. അവരുടെ ഒന്നും ക്ലിപ്പ് ഇടാത്തതുകൊണ്ട് ഇത് മനസ്സിലായില്ലേ? ഇതെന്ത് മെഷീനാണ് പുറകിൽ? അത് മെഷീനല്ല, അതൊരു ഡ്രസ്സിംഗ് ടേബിൾ, പഴയ ഒരു ഡ്രസ്സിംഗ് ടേബിളാണ്. അത് മെഷീൻ. ദ ഫൺ ഫാക്ടർ ഈസ് മാച്ച് ചെയ്താൽ ഇറ്റ് ഈസ് കോണ്ടന്റ്, അത്രേ ഉള്ളൂ എന്ന് പറഞ്ഞ ഡേറ്റിന് പോവില്ലല്ലോ. അതെ, ഒന്നാമത്തെ കാര്യം, ഈ നിരത്തി പിടിച്ചിരിക്കുന്ന ഗേൾസ് ബോയിനെയാണ് ജഡ്ജ് ചെയ്യുന്നത്. തിരിച്ച് ഈ ബോയ്ക്ക് ക്വസ്റ്റ്യൻ ചെയ്യാനോ അല്ലെങ്കിൽ അങ്ങനത്തെ തിരിച്ച് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒരു ഇൻട്രാക്ഷൻ എൻ്റെ അടുത്ത് വലുതായിട്ട് നടക്കുന്നില്ല. അതുകൊണ്ട് അത് എന്താ പറയുക, മാച്ചിങ് ഒന്നും അങ്ങനെ പക്ക മാച്ചിങ് സംഭവമൊന്നും അല്ല എൻ്റെ അടുത്ത് വരുന്നത്. ബിഗ് ബോക്സ് ഒക്കെ കണ്ട് ഫാൻ പേജ് തുടങ്ങിയതിനെ കേരളത്തിൽ ഇതൊക്കെ സാധാരണ. സത്യം കേട്ടോ, ബിഗ് ബോസ് ഒക്കെ എന്തോ വേറെ ഇത് വെച്ച് നോക്കുമ്പോഴത്തേക്കും. അല്ല, ബിഗ് ബോസും ഏറെക്കുറെ ഈ ഒരു സംഭവമാണ് എന്നുവെച്ചാൽ അതും സ്ക്രിപ്റ്റഡ് അല്ല. പക്ഷെ ദേ ഹാവ് എന്താ പറയുക, അവർക്ക് ആ ഷോ ഇങ്ങനെ പോകണമെന്നുള്ളൊരു ഇതുണ്ട്. പക്ഷെ ഇങ്ങനെയാണ് പോകേണ്ടത്. തെറി വിളിക്കണം, അതിൻ്റെ ഒരു ലവ് ട്രാക്ക് വരണം, അതിൻ്റെ അകത്ത് കുത്തിത്തിരിപ്പുണ്ടാക്കണം എന്നൊക്കെ ഉള്ളൊരു കംപ്ലീറ്റ് പാക്കേജാണ് ബിഗ് ബോസ്. അവർക്കത് അങ്ങനെ തന്നെ പോകണം. അവരത് മാത്രമേ എടുത്ത് ടെലികാസ്റ്റ് ചെയ്യത്തുള്ളൂ. സെയിം ലൈക്കാണിതും. ഈ കണ്ടന്റ് ഇങ്ങനെ തന്നെ പോകണം. ഇതൊക്കെ ഇട്ടാലേ കോൺട്രവേഴ്ഷ്യൽ ആവത്തുള്ളൂ, ഇതൊക്കെ ഇട്ടാലേ തെറി കേൾക്കത്തുള്ളൂ, ഇതൊക്കെ ഇട്ടാലേ നെഗറ്റീവ് പോകത്തുള്ളൂ, ഇതൊക്കെ ഇട്ടാലേ വീഡിയോ റീച്ച് ആവത്തുള്ളൂ എന്നുള്ളൊരു ഐഡിയ ഇത് പോസ്റ്റ് ചെയ്ത ആൾക്കുണ്ട്. അത്ര മനസ്സിലാക്കിയാൽ മതി. വ്ളോഗർ ചെയ്യും ചിലർ. വ്ളോഗർ അയ്യോ, എന്നാ ഞാൻ പോട്ടെ, എനിക്ക് തൊണ്ട വരളുന്നു. Is Asna really started dating? No.